ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ സാധിക്കുമോ? കാരണം മലപ്പുറം ചർച്ച സജീവമായി വയ്ക്കാൻ മുസ്ലിം സംഘടനകൾ ബോധപൂർവമായ ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കാലാകാലങ്ങളായി. ഇപ്പോൾ വലതിന് വിപരീതമായി ഇടതിനോടൊപ്പം നിൽക്കുന്ന AP വിഭാഗം കൂടി അതേ ആശയത്തിൽ ഊന്നിക്കൊണ്ട് വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും നിലപാട് മലപ്പുറം വിഷയത്തിൽ ഒന്നാണ് എന്നുള്ളത് വരുന്നു. ഇതിനെ മതപരമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന് പറഞ്ഞൊഴിയുമ്പോൾ പോലും ഈ മതസംഘടനകൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഒന്നിക്കുന്നത് എന്നുള്ളത് തന്നെയല്ലേ മതേതരത്വത്തിന് ഭീഷണിയാണ്, അല്ലെങ്കിൽ ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നതിന് ഇടയാക്കുന്നത്? രോഹിണി, ഈ അടുത്ത കാലഘട്ടത്തിൽ മതേതരത്വത്തെക്കുറിച്ചും വർഗീയ വിരുദ്ധതയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഇടത് വലത് സൈദ്ധാന്തികരും രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ മുമ്പാകെ വെച്ച മനോഹരമായ ഒരു പദമുണ്ട്. സീസറിനുള്ളത് സീസറിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുള്ളത് ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന അർത്ഥത്തിൽ എന്ന് പറയുന്ന അവർ സ്ഥാപിച്ചെടുക്കാറും സംസാരിക്കാറുണ്ടായിട്ടുള്ളത് മതം മതത്തിൽ ഇടപെടുകയും രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മതേതരത്വം. അതാണ് വർഗീയതയെ തകർക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഇവരൊക്കെ പറയുന്നത് എന്താണ്? ഒക്കെ ഒരു മത നേതാവാണ് ഇവിടെ വന്നിട്ട് നമ്മോട് കൽപ്പിക്കുന്നത്, ആജ്ഞാപിക്കുന്നത്. നിങ്ങൾ മലപ്പുറം ജില്ല വിഭജിച്ചേ പറ്റൂ. അത് കേരളത്തിൽ ജനസംഖ്യാനുപാതികമായിട്ടോ വികസനത്തിന്റെ അശാസ്ത്രീയതയും നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളും വിഭജിക്കണമെന്നല്ല കേരള യാത്രയിലുള്ള ഒരു മത നേതാവ് വിളിച്ചു പറയുന്നത്. ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ മത നേതാവിനെ ചുമതലപ്പെടുത്തുന്നത്? ആരാണ്? അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാം. നോക്കൂ, ഇവിടെ എന്റെ സുഹൃത്ത് ഇവരൊക്കെ പറയേണ്ടി വരുന്നത് എന്താണ്? അവരെത്തിയ ഒരു ഗതികേടിന്റെ ഭാഗമാണ്. എന്റെ സുഹൃത്ത് രചി ആവർത്തിക്കുകയാണ്, സർ 20 വർഷം കൊണ്ട് ഒരു സമവായം ഉണ്ടാക്കിയിട്ടാണോ മലപ്പുറം ജില്ല രൂപീകരിച്ചത്? താങ്കളുടെ നേതാക്കന്മാരെ, ഇടത് കോൺഗ്രസ് സഹയാത്രികരെന്ന് പറയുന്ന താങ്കൾ നിങ്ങളുടെ നേതാക്കന്മാരെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. കോൺഗ്രസ് കാലഘട്ടത്തിൽ മലപ്പുറം ജില്ല എന്ന ആവശ്യത്തിന്റെ കൺസെൻസസിൽ എത്തിയിട്ടില്ല. നഖശികാന്തം എതിർക്കുകയായിരുന്നു സർ അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ കോൺഗ്രസ്. ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറം ജില്ലക്കാരനായ നിലമ്പൂരുകാരനായ ആര്യാടൻ മുഹമ്മദ് സ്വന്തം ഗ്രാമമായ വഴിക്കടവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടിയും കൈകളിൽ പിടിച്ച് മലപ്പുറം ജില്ല വിരുദ്ധ റാലി നടത്തിയത് താങ്കൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? കോൺഗ്രസ് അന്ന് ഈ ആവശ്യത്തെ അംഗീകരിച്ചിരുന്നോ? കോൺഗ്രസിന് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ താങ്കൾ ഈ പറയുന്ന മാതിരി കൺസെൻസസോ ജനാധിപത്യ മര്യാദകളോ പാലിക്കപ്പെടേണ്ടി വന്നിട്ടില്ല. 5ാം മന്ത്രി എന്ന ലീഗിന്റെ ആവശ്യം ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ ചെന്ന് കുമ്പിടേണ്ടി വന്നു. ഈ തെരഞ്ഞെടുപ്പ്, രോഹിണി, നിങ്ങൾ ചോദിച്ചതുപോലെയല്ല. ലീഗിന്റെ സഹായമില്ലാതെ കോൺഗ്രസിന് ഭരിക്കാൻ കഴിയുമോ എന്നുള്ളതല്ല. ലീഗ് പറയുന്നത് പോലെ കേട്ടാൽ മാത്രമേ കോൺഗ്രസിന് ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കൂ. നോക്കൂ, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്തിലെ 23 സീറ്റിൽ CPM ലീഗും 10 സീറ്റിൽ കോൺഗ്രസും ജയിച്ചപ്പോൾ അവർക്കൊരു വൈസ് പ്രസിഡന്റ് സ്ഥാനം പോലും കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല, വാങ്ങിയെടുക്കാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് എറണാകുളം ജില്ലയിൽ 3 മുസ്ലിം ലീഗുകാരാണ് ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചത്. അവിടെ മുസ്ലിം ലീഗ് വരച്ച വരയിൽ നിർത്തി വൈസ് പ്രസിഡന്റ് സ്ഥാനം വാങ്ങിയെടുക്കുന്നു. ഇവിടെ കോൺഗ്രസ് ശോഷിക്കുകയാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നതൊക്കെ കൊടുത്താൽ മാത്രമേ ഇനി കോൺഗ്രസിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്നത് ശോഷിക്കുകയാണ്. നോക്കൂ, ഒരുപക്ഷെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റിന്റെ എണ്ണം കുറയാൻ പോവുകയാണ്. മത്സരിക്കുന്ന സീറ്റിന്റെ എണ്ണം, ലീഗിന് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കാൻ പോകുന്നു. 5ാം മന്ത്രി സ്ഥാനത്തേക്ക് ഒരു കാര്യം കൂടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടി വരും. ഇത്തരം വർഗീയ വിധ്വംസക ശക്തികൾക്കും മത നേതാക്കന്മാർക്കും സർ ബോഡി വേസ്റ്റ് എന്നൊക്കെ ഒരിക്കൽ പറഞ്ഞിരുന്നു. അദ്ദേഹം പോയിട്ട് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്നും വിളിച്ചിരുന്നു. ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതേ ബിഷപ്പിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി പിന്നീട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പോകേണ്ടിയും വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്റെ നാടിനടുത്തായതുകൊണ്ട് കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. താമരശ്ശേരി ബിഷപ്പോട് കാണിക്കുന്നത്, AP അബൂബക്കർ മുസ്ലിയാരോട് കാണിക്കുന്നത്, എന്തിനേറെ അങ്ങ് ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ പടം, കമ്മ്യൂണിസ്റ്റുകാരെ കൊല ചെയ്ത സദ്ദാം ഹുസൈനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ടി വന്നതും ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് എന്താണ്?
തരാതരം പോലെ മതമൗലികതയെ പിന്തുണച്ച് അവരെ വളർത്തിയെടുത്ത് അവർക്ക് അർഹതയില്ലാത്തതും സ്വാധീനമില്ലാത്തതുമായ മേഖലകളിൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവരെ സ്വീകരിച്ച് അവരെ ആനയിച്ചതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നത്. അത് പക്ഷേ ചർച്ചയുടെ സമയപരിമിതിയായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഈ തത്വത്തിൽ ഒരു കൺസെൻസസും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. ഇനി ഞാൻ റെജിയോട് ഒരു കാര്യവും പറയുന്നു. 2029-ലോ 30-ലോ സെൻസസ് വന്നാൽ റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ 2030 വരെ ഒന്നും പോകണ്ട റെജി. അത് കേരളത്തിലെ ഓരോ ആശുപത്രികളിലെയും ബർത്ത് റേറ്റ്, ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സർക്കാരിന്റെ കയ്യിലുണ്ട്. പച്ച വെളിച്ചം പോലുള്ള ഏജൻസികളെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങളും ഞാനും മതേതരത്വവും കണ്ണടച്ചിരുട്ടാക്കുമ്പോഴും അടിയറയ്ക്ക് പുറകിൽ ഇതൊക്കെ കൃത്യമായ നടപടികളിലൂടെ അവർ ശേഖരിക്കുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, പ്രതിരോധ മേഖലകളില്, ഫയർഫോഴ്സിനകത്ത് അത്തരം ആളുകളെ വെക്കുകയും എന്താണ് അടുത്ത സെൻസസിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു മത നേതാവിന്റെ മുമ്പിലുള്ള ഒരു കേവലം ജൽപ്പനമല്ല ഇത്. ആസൂത്രിതമായിട്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി സമയമായപ്പോൾ അവർ ആവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യത്തിന് മുമ്പിൽ അവർക്കറിയാം നാളെ CPM-നും മുട്ടുമടക്കേണ്ടി വരും. കാരണം എക്കാലഘട്ടത്തിലും ലീഗിനെതിരായി ഇസ്ലാമിക് വോട്ടിന്റെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി CPM ഉപയോഗിച്ചത്. എന്റെ തൊട്ടടുത്ത പ്രദേശത്തുള്ള പഞ്ചായത്തിൽ ജീവിക്കുന്ന കാന്തപുരം AP-യുടെ ആ മതസ്വാധീനവും അദ്ദേഹത്തിന് അതിനുള്ള ബോധ്യവും, നല്ല ബോധ്യമുള്ള CPM-ന് അത് സമർത്ഥം ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ പക്ഷേ ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇരു മുന്നണികളും വഴിവിട്ട് ഇത്തരം ആളുകളെ പ്രകടിപ്പിച്ച് നോക്കൂ. ഈ ജില്ല അനുവദിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി ഒരു പക്ഷേ അല്പം മാനസികമായുള്ള അദ്ദേഹത്തിന് വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയതുണ്ട്. ഞാനിത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ RSS പക്ഷപാതി എന്ന് വിളിച്ച് ആക്ഷേപിച്ചേനെ. ആ പേര് കേൾക്കാൻ, കാരണം ഇപ്പോഴും നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ചാനൽ ചർച്ചകളില്, മാധ്യമങ്ങളില് ഏതെങ്കിലും ഒരു നിലപാട് CPM എടുക്കുമ്പോൾ ഇത്തരം ആളുകൾ വന്ന് പറയുന്നത് എന്താണ്? RSS-നെ പോലെ RSS-ന്റെ അജണ്ട നിങ്ങൾ നടപ്പിലാക്കുന്നു. തിരിച്ച് കോൺഗ്രസ് ചെയ്യുമ്പോഴെന്ന് പറയും RSS-നേക്കാളും BJP-ക്കാളും വലിയ നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇവർ ഈ രണ്ട് മുന്നണികളെയും അവർ സത്യസന്ധമായ നിലപാടെടുക്കുമ്പോൾ അത് അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമാകുമ്പോൾ അത് RSS നിലപാടാണ്, അത് BJP നിലപാടാണ്, നിങ്ങളത് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ഇംഗിതം നടപ്പിലാക്കാൻ മാത്രം അവർ വളർന്നു വലുതായിരിക്കുന്നു. AP അബൂബക്കർ മുസ്ലിയാർ അത്തരത്തിൽ നല്ല മെയ്വഴക്കമുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ട. എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് എന്ന് ജയചന്ദ്രേട്ടനും റജിയും ചിന്തിച്ചിട്ടുണ്ടോ? SDP-യുടെ സ്വരത്തിൽ നിന്ന് വിഭിന്നമാവാത്തത് എന്താണ് ലീഗിന്റെ സ്വരം? SDP-യുടെയും ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്വരം തന്നെ എന്തുകൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിലാവുന്നു? 1940-കളിൽ ഇവർ ഉന്നയിച്ച രാജ്യവിഭജനത്തിനും രക്തച്ചൊരിച്ചിലിനും ഒരുപക്ഷെ ഒരുപാട് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭയാനകമായ ഭീമത്സമായ അന്തരീക്ഷം ഒഴിവാക്കിയ ഇതേ ആവശ്യത്തിൽ അവർ വീണ്ടും ഇന്ന് പിറക്കാതെ പോയ ഉണ്ണി എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോൾ തരാതരം പോലെ ഇവർക്ക് മുന്നിൽ രാഷ്ട്രീയ നേതൃത്വം ഇടതും വലതും മുട്ടുമടക്കുകയും അവിഹിതവും അശാസ്ത്രീയവുമായ അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുകയും ചെയ്തു. മലപ്പുറം ജില്ല അനുവദിച്ച ലീഗിന് അന്ന് കോൺഗ്രസ് CPM-ന് അന്ന് കുറ്റബോധം ഉണ്ടായില്ല. പിന്നീട് തിരുത്തി പറഞ്ഞു. അന്ന് CPM സപ്തകക്ഷി മുന്നണിയിൽ ലീഗിന്റെ മുമ്പിൽ വഴങ്ങിയപ്പോൾ കോൺഗ്രസ്സുകാർ എതിർക്കേണ്ടി വന്നു. ആര്യാടനും കേളപ്പനെയും പോലുള്ള ആളുകൾ എതിർക്കേണ്ടി വന്നു. ഇത് സൂചന എന്താ നൽകുന്നത്? ഇവർക്കൊക്കെ ഇവരെ വരച്ച വരയിൽ നിർത്താവുന്ന തരത്തിലേക്ക് അവൾ വളർന്നു. 4 വോട്ടിന് വേണ്ടി 10 പഞ്ചായത്ത് മെമ്പറെ അധികം കിട്ടാൻ, ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിക്കാൻ, ഒരുപക്ഷെ വരാൻ പോകുന്ന കേരളത്തിലെ ഭരണമാറ്റത്തിന് ഈ ശക്തികളുടെ വോട്ട് വളരെ നിർണായകമാകുമെന്നുള്ള ബോധ്യമാണ് റജിയെ പോലെ ഒരാൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം തള്ളിപ്പറയുന്നത്. ആര്യാടന്റെ ത്യാഗപരമായ അദ്ദേഹം അന്ന് വിവരിച്ച കാര്യങ്ങളെ തള്ളിപ്പറയുന്നത്. ഒരുപക്ഷെ വയനാട്ടിൽ പോലും സോണിയാഗാന്ധിക്ക് ഇതേ ലീഗിന്റെ കൊടിയെ തള്ളിപ്പറയേണ്ടി വന്നത് എന്തുകൊണ്ടുള്ള കുറ്റബോധം കൊണ്ടാണെന്ന് വെച്ച് വിശദീകരിക്കുമോ? രാജ്യത്തെ 40-കളിൽ ഉന്നയിച്ച ആവശ്യത്തിൽ വിഭജിച്ച ഇന്നും മുറിമുണങ്ങാൻ പോലും കഴിയാത്ത ആ വേദനാജനകമായ നാളുകൾ തങ്ങൾക്ക് ദോഷകരമാക്കുമോ ഉത്തരേന്ത്യയിൽ എന്ന ഭയം മൂലം ഞാൻ വയനാട് തെരഞ്ഞെടുപ്പിന് ചുമതലകൾ വഹിച്ച സമയത്ത് എനിക്ക് ബോധ്യമുണ്ട്. ലീഗിന്റെ കൊടി തൽക്കാലം താഴെ വെക്കാൻ വേണ്ടി പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഒരു മുന്നണിയുള്ള ആളോട് പറയേണ്ടി വരുന്നത്? അത്രയധികം ഭയാനകമാണ്, ഭീമത്സമാണ്, പേടിപ്പെടുത്തുന്ന
അജണ്ടകളാണ് അണിയറയ്ക്കുള്ളിൽ വളർന്നു വരുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ രജി, നിങ്ങൾ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് അപ്പുറത്തേക്ക് ഈ സംസ്ഥാനം നിങ്ങളൊക്കെ ഉറക്കെ പറയുന്ന മതേതരത്വം, മതവും രാഷ്ട്രീയവും രണ്ടായി കാണണം, മത നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടരുത്, ഈ വാദഗതിക്ക് വിരുദ്ധമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ കേരള യാത്ര നടത്തി ഒരു ജില്ലയുടെ മാത്രം ആവശ്യം, സമാന ആവശ്യമുള്ള ജില്ലകളുടെ ആവശ്യം ഉന്നയിക്കാതിരിക്കുകയും അത് ഊന്നിപ്പറയുകയും നാളത്തെ മലബാർ, ഞങ്ങൾക്ക് സ്വാധീനമുള്ള മലബാർ സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിന് ഉപോത്ബലകമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സർ, ഇത് പേടിപ്പെടുത്തുന്നതാണ്, ഇത് ഭയാനകമാണ്. കേരളം ഇന്നത്തേതുപോലെ നിലനിൽക്കണമോ എന്നുള്ള നമ്മുടെ ചിന്തയ്ക്ക് ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകും. 930 ആയാലും 29 ആയാലും കാത്തിരിക്കാനും അടുത്ത് സെറ്റ് ചെയ്യാനും അവർ കാണിക്കുന്നതിന് താങ്കളെ പോലെയുള്ള ആളുകളെങ്കിലും അതിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വരരുതേ എന്ന് കേണപേക്ഷിക്കുകയാണ് ഞങ്ങൾ ഈ മുഹൂർത്തത്തിൽ.